ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ദം വെജിറ്റബിൾ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. പക്ഷെ പലരും പല രീതിയിലാണ് ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലൊക്കെ പലർക്കും വ്യത്യാസം ഉണ്ടായിരിക്കാം. സോ ഞാൻ എൻ്റെ വേർഷനാണ് ഈ റെസിപ്പിയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. സോ ബിരിയാണി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ബസ്മതി അരി നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളവും ഉപ്പും അതുപോലെ തന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് കുരുമുളക് എന്നിവ ഇട്ട് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഒരു 90% മാത്രമാണ് റൈസ് കുക്കായിരിക്കുന്നത്. ബാക്കി 10% നമുക്ക് ദമ്മിലിടുന്ന സമയത്ത് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 2 മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു 10 ബീൻസ്, ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, അതുപോലെ തന്നെ കുറച്ച് കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ചൂടുവെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൂടാതെ ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് നെടുകെ കീറിയത്, 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ചിലർക്ക് ഈ റൈസിൽ ഏലക്ക, പട്ട, ഗ്രാമ്പു ഒന്നും കടിക്കുന്നത് ഇഷ്ടമല്ല. സോ അങ്ങനെയുള്ളവർക്ക് ഈ റൈസ് വേവിച്ച ശേഷം ഈ ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ എടുത്ത് കളയാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു മീഡിയം സൈസ് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6-7 ബ്രെഡ് ഞാൻ ഇവിടെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ബ്രെഡ് കുറെ പേര് ബിരിയാണിയിൽ അങ്ങനെ ഇടാറില്ല. പക്ഷെ എൻ്റെ അമ്മൂമ്മ, അതായത് എൻ്റെ അമ്മയുടെ അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൊട്ടറ്റോയും ഫ്രൈ ചെയ്ത് ഇടാറുണ്ട്. അതുപോലെ തന്നെ ബ്രെഡും ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇടാറുണ്ട്. സോ അമ്മൂമ്മയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് ഞാനും ഇവിടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ ബ്രെഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലും ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പകുതി നെയ്യും പകുതി സൺഫ്ലവർ ഓയിലും ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണിക്കുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും നെയ്യിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പകുതി നെയ്യ് പകുതി സൺഫ്ലവർ ഓയിൽ എന്ന പരുവത്തിൽ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 3 ഏലക്ക, 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, തക്കോലത്തിന്റെ ചെറിയൊരു പീസും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണം മാറിയിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി മസാലയ്ക്ക് പകരം ഗരം മസാല ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നമ്മുടെ ഈ മസാലയുടെ കൂടെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു ചേരണം. തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെജിറ്റബിൾസിന്റെ കൂടെ തന്നെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് അതുപോലെ കോളിഫ്ലവറും ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോളിഫ്ലവറും ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഞാൻ പറഞ്ഞതുപോലെ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ആ കോളിഫ്ലവറിലുള്ള അഴുക്കും അതുപോലെ തന്നെ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുകയുള്ളൂ.
ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മസാല എന്തായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ കുക്കായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒരുവിധം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്. കാഷ്യൂനട്ട് പേസ്റ്റ് ആണ്. ഒരു 10-12 കാഷ്യൂനട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച ശേഷം അരച്ചെടുത്തതാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആകും, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ മസാല ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. സോ ദം ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ ആദ്യം ഒരു ദോശ തവ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്ന പാത്രം വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാണ് ഞാനിവിടെ നെയ്യ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തന്നെ സവോളയും ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയും ബ്രെഡും ഒക്കെ നമുക്ക് ലാസ്റ്റ് ദം ചെയ്തെടുത്ത ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നെക്സ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, കാഷ്യൂനട്ട്, കിസ്മിസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ബിരിയാണിക്ക് കളർ വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സാഫ്രോൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബിരിയാണി എസൻസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഇന്ന് അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. നമ്മൾ ദോശക്കല്ലിന്റെ മുകളിലാണ് പാത്രം വെച്ചിരിക്കുന്നത്. സോ വളരെ പതുക്കെ മാത്രമേ തീ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ദം ഓപ്പൺ ചെയ്യാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാത്രം ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ദം ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ബ്രെഡും ഒക്കെ ഇട്ട് കൊടുക്കാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.